ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പി മഷ്റൂം മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കുന്നു. അതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് 1 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി നല്ല പഴുത്തത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടയുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായിട്ട് തക്കാളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തൈര് ചേർക്കുന്നതുകൊണ്ടാണ് ഈ മഷ്റൂം മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അത് ചേർത്ത് കൊടുക്കണം. ഇനി ആ തൈരൊക്കെ നന്നായിട്ട് ആ മസാലയുടെ കൂടെ മിക്സ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമേ ചേർക്കാവുള്ളൂ. നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മഷ്റൂം അതേ കരുതി, ഇപ്പം മഷ്റൂം വേണമെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാതെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇനി ഈ മഷ്റൂമും മസാലയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ജോയിൻ്റായി വരണം. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മതി, മഷ്റൂം പെട്ടെന്ന് വേകും. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടത് മഷ്റൂമും മസാലയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കസൂരി മേത്തി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് ചേർത്തതേ ഉള്ളൂ. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.